എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയ ടെൻസിങ്ങും ഹിലാരിയുടെയും പേരിലാണ് ഈ ഒരു എയർപോർട്ട്. ഹായ് ഗൈസ്, ദിസ് ഈസ് അബി. വെൽക്കം ടു മൈ സോളോ ട്രക്കിംഗ് ടു എവറസ്റ്റ്. ലുക്ല എയർപോർട്ടിൽ വന്നിറങ്ങിയ എന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു അന്നത്തെ ദിവസം. ഈ ഒരു എയർപോർട്ട് നോക്കി നമ്മുടെ നാട്ടിലെ KSRTC സ്റ്റാൻഡ് അത്രയും പോലും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ എയർപോർട്ട് എന്ന് ഇത് പറയുന്നത്. ലുക്ലയിൽ എത്തിയാൽ ആദ്യത്തെ പരിപാടി ഇതേ ട്രക്ക് പെർമിറ്റ് എടുക്കുന്നതാണ്. 2000 നേപ്പാളീസ് ആണ് ഇന്ത്യക്കാർക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പെർമിറ്റ് ഇവിടെ കിട്ടും. യാതൊരു ട്രാവൽ ഏജൻസിയും പാക്കേജും നമ്മൾ എടുത്തിട്ടില്ല. സ്വന്തം ലഗേജ് സ്വന്തമായിട്ട് എടുക്കാനുള്ള കഴിവുകൊണ്ട് പോർട്ടറും ഗൈഡും ഒഴിവാക്കി. അവിടെ നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നല്ല വിശപ്പായിരുന്നു. ഉടനെ ഒരു ദാൽബട്ട് പറഞ്ഞു. അപ്പോഴാണ് ഇവിടുത്തെ വിലയൊക്കെ മനസ്സിലായി തുടങ്ങിയത്. തുടക്കം തന്നെ 500 നേപ്പാളിയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായത്. ഇനി അങ്ങോട്ട് പൈസ കൂടിക്കൂടി വരും. അങ്ങനെ നേപ്പാളിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു തുടങ്ങി. പോകുമ്പോൾ ധാരാളം കുതിരകളും കഴുതകളെയും കാണാം. വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവറ്റകളുടെ മേത്ത് തന്നെയാണ് എല്ലാം വെച്ച് കെട്ടി കൊണ്ടുപോകുന്നത്. നല്ലൊരു വാട്ടർഫാളെ കണ്ട് ഡേ 1 അങ്ങനെ അവസാനിക്കുകയാണ്.